4 അംഗങ്ങളുള്ള ബിജെപിക്ക് കോൺഗ്രസിന്റെ 8 അംഗങ്ങളുടെ പിന്തുണ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിൽ ഓപ്പറേഷൻ കമൽ. പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അട്ടിമറിയും അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളും. മാള വെള്ളാംഗ്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എല്ലാം ശാന്തം. എൻ സുബ്രഹ്മണ്യനെതിരായ പോലീസ് നടപടിയിൽ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. AI ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് CPIM ആണെന്നും സതീശൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിൽ നടന്നത് അപൂർവ സംഭവങ്ങൾ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി 8 കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. രാജിവെക്കുന്നു എന്ന് കാട്ടി DCC അധ്യക്ഷന് കത്തു നൽകിയവർ ശേഷം BJPക്കൊപ്പം ചേർന്ന് സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നടത്തുന്ന ഓപ്പറേഷൻ കമൽ മോഡലായി മറ്റത്തൂരിൽ നടന്നത്. 24 അംഗങ്ങളുള്ള മറ്റത്തൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി LDF ആയിരുന്നു. 10 സീറ്റാണ് LDFന് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 8 അംഗങ്ങളും BJPക്ക് 4 അംഗങ്ങളും ഉണ്ടായിരുന്നു. 2 സ്വതന്ത്രരും വിജയിച്ചു. ഇവർ രണ്ടുപേരും കോൺഗ്രസ് വിമതരായിരുന്നു. ഇന്ന് രാവിലെയുണ്ടായ നാടകീയ സംഭവങ്ങൾക്കിടെ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ച് സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഒപ്പം BJPയും ടെസിയെ പിന്തുണച്ചു. അതേസമയം ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. കോൺഗ്രസ് വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിലുള്ള അതൃപ്തി ചൂണ്ടിക്കാട്ടിയാണ് രാവിലെ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചത്. ശേഷം BJPയുമായി ചേർന്ന് ടെസി ജോസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. LDFനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടുകെട്ടുണ്ടായതെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച ഔസേപ്പിനെ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഇതിനു തടയിടാൻ കൂടിയാണ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കൊപ്പം ചേർന്നത്. BJPയുമായി കൂട്ടുചേർന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ മറ്റത്തൂരിൽ പ്രകടനം നടത്തി. അതിനിടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നേതൃത്വം അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊടകര. പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അട്ടിമറിയും അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളും ഉണ്ടായെങ്കിലും മാള വെള്ളാംഗ്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എല്ലാം ശാന്തം. ഒരംഗങ്ങളുടെ മേൽക്കോയ്മയിൽ ഭരണം എന്താകുമെന്ന ചോദ്യത്തിനും ഉത്തരം ജനാധിപത്യപരമായ അംഗങ്ങൾ രേഖപ്പെടുത്തി. മാള വെള്ളാംഗ്ലൂർ, കൊടകര എന്നീ പഞ്ചായത്തുകളിൽ കാര്യമായ ഒരു ട്വിസ്റ്റും ഉണ്ടായില്ല. തദ്ദേശ സ്ഥാപന അധ്യക്ഷ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാള വെള്ളാംഗ്ലൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വോട്ടെടുപ്പ് നടന്നു. എവിടെയും അട്ടിമറി ശ്രമങ്ങളൊന്നും ഉണ്ടായില്ല. മാള ബ്ലോക്കിൽ കോൺഗ്രസിലെ സുഭാഷിണി രാജീവും വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടനുമാണ്. വെള്ളാംഗ്ലൂരിൽ CPMലെ വത്സല ബാബുവാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. CPI അംഗം ആലിസ് തോമസാണ് വൈസ് പ്രസിഡന്റ്. മാള ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMലെ PK രാധാകൃഷ്ണനാണ് പ്രസിഡന്റ്. എതിർ സ്ഥാനാർത്ഥിയായ ജോഷി കാഞ്ഞുത്തറയെ 1 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് PK രാധാകൃഷ്ണൻ മാളയിൽ പ്രസിഡന്റായത്. 4 അംഗങ്ങളുള്ള BJP വിട്ടുനിന്നു. അന്നമനടയിൽ കോൺഗ്രസിലെ സുനിത സജീവൻ പ്രസിഡന്റായി. LDFലെ പ്രസീത മുരളിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. സുനിതയ്ക്ക് 14 വോട്ടുകളും പ്രസീതയ്ക്ക് 6 വോട്ടുകളും ലഭിച്ചു. അതിനിടെ CPI അംഗം മറ്റൊരു കോൺഗ്രസ് അംഗത്തെ ഇവിടെ നാമനിർദ്ദേശം ചെയ്തതും മറ്റൊരു CPI അംഗം പിന്തുണച്ചതും അമ്പരപ്പുളവാക്കി. എന്നാൽ നിർദ്ദേശം കോൺഗ്രസ് അംഗം തള്ളുകയായിരുന്നു. PD ജോസാണ് അന്നമനടയിൽ വൈസ് പ്രസിഡന്റ്. പൊയ്യയിൽ കോൺഗ്രസ് യുവനേതാവ് ഔസേപ്പച്ചൻ ജോസാണ് പ്രസിഡന്റായി അവരോധിതനായത്. ജോളി സജീവാണ് വൈസ് പ്രസിഡന്റ്. കുഴൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിൽവി സേവ്യർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി MA ജോജോയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആളൂരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി റോസിലി ഫ്രാൻസിസും വൈസ് പ്രസിഡന്റായി PC ഷൺമുഖനും ചുമതലയേറ്റു. പുത്തഞ്ചിറയിൽ CPMലെ VN രാജേഷാണ് പ്രസിഡന്റ്. സജിത സുനിൽകുമാറാണ് പുത്തഞ്ചിറയിൽ വൈസ് പ്രസിഡന്റ്. വെള്ളാങ്കല്ലൂരിൽ കോൺഗ്രസിലെ സുലേഖ അബ്ദുള്ളക്കുട്ടിയാണ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള നിയോഗം. സുലേഖ അബ്ദുള്ളക്കുട്ടിക്ക് 11 വോട്ടുകളും LDFലെ രജനി ബാബുവിന് 10 വോട്ടുകളും ലഭിച്ചു. 2 അംഗങ്ങൾ ഉള്ള BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായി. സ്വതന്ത്രനെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിച്ചു. പേരാമ്പ്ര പഴമ്പിള്ളി 10ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജോയ് നെല്ലിശ്ശേരി ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത്. ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ CM ബബീഷിനെയാണ് പരാജയപ്പെടുത്തിയത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രനില ഗിരീശൻ വിജയിച്ചു. ഇടതുപക്ഷത്തിന്റെ റോസിലി പാപ്പച്ചനെയാണ് പ്രനില ഗിരീശൻ പരാജയപ്പെടുത്തിയത്.
കൊടകര പഞ്ചായത്തിൽ ആകെയുള്ള 20 സീറ്റിൽ 7 സീറ്റ് LDFും 7 സീറ്റ് UDFും 5 സീറ്റ് BJPയും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത്. മീഡിയ ടൈം, മാള. തീരമേഖലയിൽ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും ചുമതലയേറ്റു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി KP രാജൻ 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം പെരിഞ്ഞനം, എടത്തുരുത്തി പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടായിരുന്നില്ല. തീരമേഖലയിൽ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും ചുമതലയേറ്റു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ MR കൈലാസൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കൈലാസന് 10 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJPയിലെ MA ഹരിദാസിന് 6 വോട്ടുകളും ലഭിച്ചു. കാര ഈസ്റ്റ് വാർഡിൽ നിന്നുള്ള MR കൈലാസൻ CPI എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 5 വർഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. CPMലെ മിനി ഷാജി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിനി ഷാജിക്ക് 13 വോട്ടും എതിർ സ്ഥാനാർത്ഥികളായ BJPയിലെ പ്രകാശിനി മുല്ലശ്ശേരിക്ക് 5 വോട്ടും കോൺഗ്രസിലെ ഷിലു ടീച്ചർക്ക് 5 വോട്ടും ലഭിച്ചു. കോൺഗ്രസിലെ ബീന സുരേന്ദ്രൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പിൽ 22 അംഗ ഭരണസമിതിയിൽ 16 അംഗങ്ങളുടെ വോട്ട് നേടിയാണ് ബീന സുരേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. CPMലെ പ്രജിത 5 വോട്ട് നേടി. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തുടർച്ചയായി 15 വർഷമായി പഞ്ചായത്ത് അംഗമായ ബീന സുരേന്ദ്രൻ ഇത് 2ാം തവണയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 59-കാരിയായ ബീന സുരേന്ദ്രൻ 12ാം വാർഡ് മെമ്പറായാണ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. CPMലെ TK രാജു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗ ഭരണസമിതിയിൽ NDA അംഗങ്ങളായ 2 പേരും UDF അംഗങ്ങളായ ഒരാളും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സായിദ മുത്തുക്കോയ തങ്ങളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് TK രാജുവിന്റെ പേര് നിർദ്ദേശിച്ചത്. എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ വരണാധികാരി വിനയം TK രാജുവിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ആദ്യമായാണ് പഞ്ചായത്ത് അംഗമായും പ്രസിഡന്റായും TK രാജു തിരഞ്ഞെടുക്കപ്പെടുന്നത്. CPMലെ ബൈന പ്രദീപ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് ബൈന പ്രദീപ് തിരഞ്ഞെടുക്കപ്പെട്ടത്. UDFിലെ 5 അംഗങ്ങളും തിരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം നവമി പ്രസാദാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈന പ്രദീപിന്റെ പേര് നിർദ്ദേശിച്ചത്. എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ വരണാധികാരി AK സ്മിത ബൈന പ്രദീപിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇത് 2ാം തവണയാണ് ബൈന പ്രദീപ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി KP രാജനെ തിരഞ്ഞെടുത്തു. KP രാജന് 17 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ CD വിജയന് 7 വോട്ടും ലഭിച്ചു. ആറാട്ടുവഴി 24ാം വാർഡിൽ നിന്നുമുള്ള KP രാജൻ ഇത് 2ാം തവണയാണ് പ്രസിഡന്റായി ചുമതലയേറ്റത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. N സുബ്രഹ്മണ്യനെതിരായ പോലീസ് നടപടിയിൽ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. AI ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് CPM ആണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുന്നതെന്നും VD സതീശൻ ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത്. അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, പിന്നെ AI ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന CPM ആണ്. കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ, എന്റെ KC വേണുഗോപാലിന്റെ, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ AI ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിട്ട CPM നേതാക്കന്മാരെ, CPM ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ? നിങ്ങൾ നടപടി എടുക്കുക? മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് സംഘം മേലൂർ ഡിവിഷനിലെ ജാൻസി പൗലോസിനെ തെരഞ്ഞെടുത്തു. 14 അംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ ജാൻസി പൗലോസിന് 10 വോട്ട് ലഭിച്ചു. LDF അംഗം സൗമ്യ ഷിബുവിന് 4 വോട്ട് ലഭിച്ചു. ഉച്ചതിരിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി എലിഞ്ഞിപ്ര ഡിവിഷനിൽ നിന്നുള്ള അംഗം സുനിൽ K മേനോനെ തെരഞ്ഞെടുത്തു. 10 വോട്ടാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി ലിജോ ജോസിന് 4 വോട്ട് ലഭിച്ചു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ വരണാധികാരിയായി. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ TK രമേശ് ബാബുവിനെ തെരഞ്ഞെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീനാരായണപുരം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. വരണാധികാരി അശോകൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
വൈസ് പ്രസിഡന്റായി എടത്തുരുത്തി ചന്ദ്രാപ്പിനി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ശ്രീദേവി ദിനേശിനെ തെരഞ്ഞെടുത്തു. തൃശൂരിലെ കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോർപ്പറേഷൻ മേയറാകാൻ DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടതായി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ നിജി ജെയിംസ് പണപ്പെട്ടിയുമായി കോൺഗ്രസ് നേതാക്കളെ കണ്ടെന്നും പണമില്ലാത്തതിനാലാണ് താൻ തടയപ്പെട്ടതെന്നും ലാലി ആരോപിച്ചിരുന്നു. തിരുത്തിപ്പറമ്പിൽ വയോധികനെ ആക്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. തുരുത്തിപ്പറമ്പ് സ്വദേശി തച്ചനാടൻ വീട്ടിൽ മധുവിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രിസ്തുമസ് ദിനത്തിൽ രാത്രി തുരുത്തിപ്പറമ്പ് സ്വദേശി തച്ചനാടൻ വീട്ടിൽ 62 വയസ്സുള്ള ചന്ദ്രനെ മുൻ വൈരാഗ്യത്താൽ തുരുത്തിപ്പറമ്പിൽ വെച്ച് അസഭ്യം പറഞ്ഞും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ചന്ദ്രന്റെ സഹോദരന്റെ മകനാണ് പ്രതിയായ മധു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI ബെന്നി, GSI പ്രസന്നകുമാർ, GSI രജീഷ്, CPMമാരായ ആഷിഖ്, വൈശാഖ്, അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മാള കാർമൽ കോളേജിന്റെ ഏകര സപ്തദിന സഹവാസ ക്യാമ്പ് കുമ്പിടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ ആരംഭിച്ചു. MLA VR സുനിൽകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് MLA NS വളണ്ടിയേഴ്സുമായി സംവദിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സ്മിറ്റി V ഇഷിദോർ ക്യാമ്പ് വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ സിമി സന്തോഷ്, അനു, ബിജു കാച്ചപ്പള്ളി, ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസിയ, NSS പ്രോഗ്രാം ഓഫീസർ PK രാജേശ്വരി, NSS വളണ്ടിയർ ആഞ്ചലോ ജോഷി എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കലൂർ താണിയത്തൂന്ന് ആനയ്ക്കൽ ധന്വന്തിരി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവം ആഘോഷിച്ചു. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, കാവടിയാട്ടം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, കരകാട്ടം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് അക്കാദമിക് കൗൺസിൽ അംഗവും USL സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളിക്ക് 4ാം വട്ടവും ഡോക്ടറേറ്റ് ലഭിച്ചു. യൂറോപ്പിലെ റൊമാനിയയിലെ സർക്കാർ സർവകലാശാലയായ ഗാലറ്റി സർവകലാശാലയാണ് ഇദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകുന്നത്. 4 ഡോക്ടറേറ്റ് ലഭിച്ച ജില്ലയിലെ ആദ്യത്തെ വ്യക്തിയും സംസ്ഥാനത്തെ 2ാമത്തെ വ്യക്തിയുമാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളി. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു. കയ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോഷർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം VV സുവീഷ്, ഡെപ്യൂട്ടി HM KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായികാധ്യാപകൻ TN സിജിൽ, CPOമാരായ VJ ശൈത്യ, VS നീതു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 4 അംഗങ്ങളുള്ള BJPക്ക് കോൺഗ്രസിന്റെ 8 അംഗങ്ങളുടെ പിന്തുണ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിൽ ഓപ്പറേഷൻ കമൽ. പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അട്ടിമറിയും അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളും. മാള വെള്ളാങ്കളൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എല്ലാം ശാന്തം. N സുബ്രഹ്മണ്യനെതിരായ പോലീസ് നടപടിയിൽ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. AI ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് CPIM ആണെന്നും സതീശൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.